Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Juice Market, 810 Rainsford Road, Chelmsford. Powered by Global Laboratories. Co-presents Mindtree Nursing Solutions. ജീവിതം ഒരു പാഠശാലയാണ്. ഓരോ അനുഭവവും വളർച്ചയ്ക്കും പഠനത്തിനുമായി ഉപയോഗിക്കേണ്ട അവസരങ്ങളാണ്. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്തറിയാമെൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ്. മറ്റൊന്നുമല്ല, ബിസിനസ് എന്നൊരു മൈൻഡോടെ, ബിസിനസ് എന്ന സ്വപ്നത്തോടെ നമ്മുടെ കേരളത്തിൽ നിന്ന്, കുട്ടനാട്ടിൽ നിന്ന് സിഡ്നി, നമ്മുടെ ഓസ്ട്രേലിയയിലെത്തി തൻ്റേതായിട്ടുള്ള സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ആളാണ് ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്. മറ്റാരുമല്ല, A1 ഫിൻകോർപ്പിൻ്റെയും A1 മൈഗ്രേഷൻ്റെയും അമരക്കാരനായിട്ടുള്ള അജീഷ് തോമസ് സാറിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സാറിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാം. ഹായ് സാർ. ഹായ്, നമസ്കാരം. സോ എങ്ങനെയാണ് A1 ഫിൻകോർപ്പും അതുപോലെ തന്നെ A1 മൈഗ്രേഷൻ്റെയും ഒരു ജേർണി എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ജേർണി ഉണ്ടാവും. ആ ഒരു ജേർണി നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? നാട്ടിൽ ഞാൻ കുട്ടനാട്ടിലാണ് എൻ്റെ വീട്. കുട്ടനാട്ടിൽ വെളിയനാട് എന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുന്നത്. ഞാൻ നാട്ടിൽ അഡ്വക്കേറ്റ് ആയിരുന്നു, ആലപ്പുഴ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് 15 വർഷമായി. കഴിഞ്ഞ 4 വർഷമായിട്ടാണ് നമ്മൾ A1 ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഫിനാൻസ് റിലേറ്റഡ് കമ്പനിയാണ്. അതോടൊപ്പം നമ്മൾ 2 വർഷമായി A1 മൈഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 കമ്പനിയും വളരെ നന്നായിട്ട് പോകുന്നു. ഇതിലേക്ക് എത്താനുള്ള കാര്യം വെച്ചാൽ, ഞാൻ ഓൾവേസ് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. അതിൻ്റെ ഒരു എയിമായിരുന്നു. ഞാൻ നാട്ടിലും പല ബിസിനസ്സുകൾ ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി കൊണ്ടുകൊണ്ടായിരിക്കും ഒരുപക്ഷേ ഈ 2 കമ്പനിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നത്. ഇതിലേക്ക് ഫിൻകോർപ്പിലേക്ക് എത്താനുള്ള കാര്യം, ഞാനൊരു ഇൻവെസ്റ്ററായിരുന്നു അവിടെ ചെന്നപ്പോൾ. അതുവഴി പല വീടുകളൊക്കെ ഞാൻ വയ്ക്കുകയും വാങ്ങിച്ച് റെൻറ്റിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് എനിക്കുണ്ടായിരുന്നു. അത് ചെയ്ത ശേഷമാണ് നമ്മൾ ഒരു ഫിനാൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ 4 വർഷം മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മൈഗ്രേഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഓസ്ട്രേലിയയിലേക്കുള്ള എല്ലാ വിസകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് നമ്മുടെ സർവീസ്. സോ നമ്മൾ A1 ഫിൻകോർപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ തന്നെ ഏതൊക്കെ ലൊക്കേഷൻസിലാണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. A1 ഫിൻകോർപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോം ലോൺസ്, കാർ ലോൺസ്, പേഴ്സണൽ ലോൺസ്, പിന്നെ കൊമേഴ്ഷ്യൽ ലോൺസ്, ബിസിനസ് ലോൺസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. നമുക്ക് 60 ഡിഫറൻസ് ബാങ്ക് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓസ്ട്രേലിയൻസിനെ അവരുടെ വീട് മേടിക്കാനുള്ള ജേർണിയിലും, കാറ്, പേഴ്സണൽ ലോൺസ്, പിന്നെ ബിസിനസ് ചെയ്യാനുള്ള ജേർണിയിലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾ ഓസ്ട്രേലിയയിൽ നമുക്ക് ബിസിനസ് ഉണ്ട്. നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് സിഡ്നിക്കടുത്ത് ന്യൂകാസിലാണ് നമ്മുടെ മെയിൻ ഓഫീസ്. പക്ഷേ നമുക്ക് ഓൾ ഓസ്ട്രേലിയ കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ എല്ലാ കൈൻഡ് ഓഫ് പീപ്പിളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഫിൻകോർപ്പ് വഴി. ഓക്കെ. സോ അപ്പോൾ അവിടെ ഇന്ത്യൻസ് മാത്രമല്ല, വേറെ കുറേ ക്ലയൻസ് ആയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ആരൊക്കെ ക്ലയൻസ് ഉണ്ട് നമുക്ക് എന്നുള്ളത്? തീർച്ചയായിട്ടും. നമുക്ക് ഇന്ത്യൻസ് മാത്രമല്ല, നമുക്ക് ഓൾ ഇന്ത്യയിൽ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. മലയാളികൾ മാത്രമല്ല കസ്റ്റമേഴ്സ്. എനിക്ക് ഓൾ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആഫ്രിക്കൻ കസ്റ്റമേഴ്സ് ഉണ്ട്, ഓസ്ട്രേലിയൻ കസ്റ്റമേഴ്സ് ഉണ്ട്, പിന്നെ ഫിലിപ്പീൻസ്, പിന്നെ ചൈനീസ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ ഫിലിപ്പീൻസിനൊക്കെ ഒരുപാട് പേര് നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാ ഇതിൽ നിന്നും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. ഓൾ ഓസ്ട്രേലിയ നമുക്ക് ബിസിനസ്സും ഉണ്ട്. നമ്മൾ ബിസിനസ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ് പോലും ഓസ്ട്രേലിയയിലില്ല. അങ്ങനെയാണ് നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. ഓക്കെ. സോ ഈ ഒരു 4 ഇയർ ജേർണി, A1 ഫിൻകോർപ്പിൻ്റെ ജേർണിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഉള്ളത്. സോ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗ്രോത്തിൽ എന്തൊക്കെ റിവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്? A1 ഫിൻകോർപ്പിൻ്റെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റായിരുന്നു പറയുമ്പം. ഞാൻ 4 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷേ നമ്മൾ ഒരുപാട് അവാർഡ് വിന്നിങ് കമ്പനിയാണ്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവർക്ക് കിട്ടുന്ന സർവീസ് ഹൈ ആയിരിക്കും. നമ്മൾ ഫിനാൻസ് ബ്രോക്കർ അസോസിയേഷൻ ഓസ്ട്രേലിയ 2023 വിന്നറായിരുന്നു. ഓൾ ഓസ്ട്രേലിയ വിന്നറായിരുന്നു. അതുപോലെ തന്നെ ആ സെയിം FPW എന്നാണ് പറയുന്നത്, ഷോർട്ട് ഫോം. FPWയുടെ 2024 ഫൈനലിസ്റ്റായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയൻ ഫിനാൻസ് ഗ്രൂപ്പ് 2023-24 കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മൾ ഫൈനലിസ്റ്റായിരുന്നു. ഒരു ബിഗ് വോളിയൂം ഓഫ് ബിസിനസ് ചെയ്യുന്നവർ കിട്ടുന്ന അവാർഡുകളാണ് ഇതെല്ലാം. നമ്മൾ മേജർ ബാങ്കുകൾ കോമൺവെൽത്ത് ബാങ്കിൽ പ്ലാറ്റിനം ബ്രോക്കർ, അതുപോലെ തന്നെ വെസ്റ്റ്പാക് ഗ്രൂപ്പിലെ പ്ലാറ്റിനം ബ്രോക്കറാണ്. നമ്മൾ ANSൽ ബ്രോക്കർ ഓഫ് എക്സലൻസ് അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഷോർട്ട് ടൈം കൊണ്ട് അച്ചീവ് ചെയ്ത ഒരു ബിഗ് അവാർഡുകളാണ് ഇതെല്ലാം. ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും മേജർ ബാങ്കുകളിൽ നമുക്ക് ബെസ്റ്റ് സർവീസ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് തിരിച്ചും സപ്പോർട്ട് അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ A1 ഫിൻകോർപ്പിൻ്റെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാനുള്ളത്. സോ ആസ് എ ബിസിനസ് മാൻ,
നമുക്കൊരു സ്ട്രെങ്തോ അല്ലെങ്കിൽ വീക്ക്നെസ് എന്ന് പറയുന്നത് നമ്മളുടെ കൂടെ ഉള്ളവരാണ് അല്ലേ. സോ തീർച്ചയായിട്ടും ഫാമിലിയും അതുപോലെ തന്നെ നമ്മളുടെ ഒപ്പം കൂടെ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടീമുമാണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ്റെ പുറകിൽ. സോ ഫാമിലിയെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ടീമിനെ പറ്റിയും ഒന്ന് ഷെയർ ചെയ്യാമോ? ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വൈഫ് ഷെറിൻ, പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. ആൻവിയ, അവൾ ഇയർ 10ൽ പഠിക്കുന്നു. അലൻ, അവൻ ഇയർ 7ൽ പഠിക്കുന്നു. ഷെറിൻ്റെ സപ്പോർട്ടാണ് എൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു റീസൺ. കാരണം ഏത് ബിസിനസ്സിൻ്റെ പിന്നിലും വിജയികളുടെ പിന്നിലും ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നത് അത് ഷെറിൻ്റെ സപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ എനിക്കൊരു ബിഗ് ടീമുണ്ട്. A1 ഫിൻകോർപ്പിന് ഒരു ടീം മാനേജറുണ്ട്. ആ ടീം മാനേജർ അണ്ടറിൽ ഒരു 10 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ മൈഗ്രേഷൻ കമ്പനി റൺ ചെയ്യുന്നത് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മാക്സ് ആണ്. അദ്ദേഹമാണ് അതിൻ്റെ ഓപ്പറേഷൻ മാനേജർ. അതിനുണ്ടല്ലോ ഒരു 5 സ്റ്റാഫ് നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്ന എല്ലാ സൈസ് വിസകളും അവർ ചെയ്തു കൊടുക്കും. ഇതാണ് എൻ്റെ സ്റ്റാഫിങ്. അവരാണ് എൻ്റെ ഈ ബിസിനസ് ഗ്രോത്തിനുള്ള മേജർ റീസൺ. എൻ്റെ സ്ട്രോങ് സ്റ്റാഫിങ്ങും പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടുമാണ്. നമ്മൾ A1 ഫിൻകോർപ്പിൻ്റെ മറ്റൊരു മെയിൻ ഗ്രോത്തിൻ്റെ കാര്യം നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ്. നമ്മൾ നിയർലി ഒരു 2000 പീപ്പിളിനെ നമ്മൾ അതുവഴി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ അവരുടെ ഡ്രീം ഹോം വാങ്ങിക്കാനും കാറ് വാങ്ങിക്കാനും പിന്നെ അവരുടെ പേഴ്സണൽ ലോൺസ് അവർക്ക് ആവശ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ മേജർ സപ്പോർട്ട്. നമ്മുടെ കമ്പനി ഇത് വളരാനുള്ള മെയിൻ കാരണം നമ്മുടെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പേരെ നമുക്ക് ഒരു കുറഞ്ഞ കാലഘട്ടം കൊണ്ട് ഒരുപാട് പേരെ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഇത്രയും നേരം നമ്മളുടെ കൂടെ ഈ ഒരു വാല്യുബിൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു യാത്രയ്ക്കും ഒരുപാട് ഓൾ ദ ബെസ്റ്റ്. ബിക്കോസ് നമ്മളുടെ പുറത്തുള്ളവർക്കാണെങ്കിലും സിഡ്നിയിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലുള്ളവർക്കാണെങ്കിലും ഇന്ത്യയിലുള്ളവർക്കാണെങ്കിലും നാളെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും A1 കൊണ്ടുവരിക എന്ന് ഉറപ്പാണ്. സോ തീർച്ചയായിട്ടും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു. സോ A1 ഫിൻകോർപ്പിനും അതുപോലെ തന്നെ A1 മൈഗ്രേഷനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ. കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കിട്ടും. സോ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റ് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ടാറ്റ. ഞാനിപ്പം നിൽക്കുന്നത് ഹാമിൽട്ടന്റെ ഹൃദയഭാഗമായ വിക്ടോറിയ സ്ട്രീറ്റിലാണ്. മലയാളികൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പപ്പടം. എന്നാൽ ആ പപ്പടത്തിന്റെ പേരിൽ ഒരു റെസ്റ്റോറന്റ് അറിയപ്പെട്ടാലോ? അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന പരിപാടിയിൽ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ വന്നത് പപ്പടത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളാണ്. കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമുക്ക് പപ്പടത്തിന്റെ അടുത്ത് പോവാം. ഈ റെസ്റ്റോറന്റ് ആംബിയൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതിമനോഹരമായിട്ടാണ് അതിന്റെ ഓരോ കോർണറും നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ കണ്ട പ്രേക്ഷകർക്ക് ഇതിന്റെ സാരഥികൾ ആരാന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്ക് അവരിലേക്ക് പോവാം. അതെ, അനുമോൻ ആൻഡ് രതീഷ്, ഇവരൊക്കെയാണ് നമ്മുടെ പപ്പടത്തിന്റെ സാരഥികൾ. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. ഹായ്, വെൽക്കം ടു അടുത്തറിയാം ന്യൂസിലൻഡ്. എങ്ങനെയാണ് ന്യൂസിലൻഡിൽ വന്നിട്ട് പപ്പടത്തിലേക്കുള്ള ആ ഒരു ജൈത്രയാത്ര പ്രേക്ഷകർക്കായിട്ടൊന്നും വിശദീകരിക്കാമോ? തീർച്ചയായും. ഞാനും രതീഷും 2015 ന്യൂസിലാൻഡിൽ വന്നതാണ്. പിന്നെ രണ്ടുപേരും 20 വർഷത്തോളം ഈ ലോകത്തിലെ പല 5 സ്റ്റാർ ഹോട്ടൽസിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ടവരാണ്. അങ്ങനെ ഒരേ ആഗ്രഹത്താൽ 2018 ഞങ്ങൾ ടെറാപ്പ എന്ന് പറയുന്ന സ്ഥലത്തൊരു ടേക്ക് അവേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ ആൾക്കാരിലേക്ക് നമ്മുടെ രുചി കൂടുതൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചും കൂടെ നല്ലൊരു സ്ഥലം ഇരുന്ന് കഴിക്കാൻ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ആംബിയൻസ് എല്ലാം ഇവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു പുതിയ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതാണ് ഇവിടെ പപ്പടംസ് ആൻഡ് മൂവൻപിക്ക്. മൂവൻപിക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ബൊട്ടീക്കാണ്. അതും പപ്പടംസും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ
എത്തിച്ചിരിക്കുകയാണ്. പപ്പടത്തിന്റെ ആ വിഭവങ്ങളെ കുറിച്ച് പ്രേക്ഷകരോട് ഒന്ന് പറയാമോ? തീർച്ചയായും നമ്മൾ കേരളത്തിലെ എല്ലാ വിഭവങ്ങളും ഒതന്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ന്യൂസിലൻഡിലെ പപ്പടംസിൽ നമ്മൾ സെർവ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈസസ് എല്ലാം നമ്മൾ ഒതന്റിക് ആയിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ നമ്മുടെ പപ്പടംസിൽ തന്നെയാണ് എല്ലാം പ്രിപ്പറേഷൻ ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ വിവിധ ജില്ലകളിൽ നിന്നും ഉള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫുഡുകളും നമ്മളിവിടെ ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്. അത് സെർവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അവരുടെ സ്പൈസസും അവരുടെ ടേസ്റ്റ് ബഡ്സിനും അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരിലേക്ക് നമ്മുടെ ഫുഡ് എത്തിക്കുന്നത്. അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. മറ്റു പല രാജ്യത്തിലുള്ള ആൾക്കാരും ഇവിടെ കാണാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവർ നമ്മുടെ ഫുഡിനെ സ്വീകരിക്കുന്നത്? അതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇന്ത്യൻ സ്പൈസസ്, ഇന്ത്യൻ ഫുഡ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതുപോലെ അത് എല്ലാ രാജ്യങ്ങളിലും ഫേമസ് ആണ് പല ഫുഡുകളും. അപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്ത് കഴിക്കാൻ എത്തുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഫുഡ് ചേഞ്ച്, പല കാര്യങ്ങളും സ്പൈസസ് ആണെങ്കിലും അവരുടെ അലർജിക്കിൻ്റെ ആണെങ്കിലും നമ്മളതെല്ലാം മാറ്റം വരുത്തിയാണ് നമ്മൾ അവർക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ അവർക്ക് സ്പൈസി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഒതൻറ്റിക് കേരള ഫുഡ് അതേ സ്പൈസ് ലെവലിലും അതേ സ്പൈസസ് ഉപയോഗിച്ച് കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. സ്ഥിരമായിട്ട് നമുക്കങ്ങനെ വരുന്ന ഒരുപാട് ഗസ്റ്റ് ഉണ്ട് നമുക്ക്. അവർ അത് വാങ്ങിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പാഴ്സൽ വാങ്ങി മറ്റുള്ള അവരുടെ ഫ്രണ്ട്സിന് കൊണ്ട് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുവഴി ആൾക്കാർ നമ്മുടെ അടുത്ത് എത്തുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് സ്പൈസി ഉപയോഗിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ നമ്മുടെ സ്പൈസസ് എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ ഫ്ലേവറുകൾ ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് സ്പൈസ് ലെവൽ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യുകയും അവരുടെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതനുസരിച്ചാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. ഞാനിവിടെ കയറി വരുമ്പോൾ തന്നെ വിവിധ തരത്തിലുള്ള ഒരുപാട് ഐസ്ക്രീമുകളുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ലോകത്തിലെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മൂവാൻപിക്കിൻ്റെ ഐസ്ക്രീമാണ് നമ്മളിവിടെ സെർവ് ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്നുള്ള ഒരു വേൾഡ് ഫേമസ് ബ്രാൻഡാണ്. അവരുടെ തന്നെ ഒരു ഏകദേശം 24 വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസ് കൂടാതെ കുറച്ച് ഡെസേർട്ട്സും ഡ്രിങ്ക്സും എല്ലാം നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ. പപ്പടംസ് എന്ന റെസ്റ്റോറൻറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിലേക്കുള്ള മനോഹരമായൊരു യാത്ര കൂടെയാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഭക്ഷണം, അതുകൂടാതെ നമ്മുടെ ആഘോഷങ്ങളെ പറ്റിയും പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിനെ പറ്റി വിദേശികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഒരു വലിയൊരു ഉദ്യമം കൂടെയാണ് ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നത്. ഇത്രയും നേരം ഞങ്ങൾ പങ്കുവച്ചത് പപ്പടംസിന്റെ വിശേഷങ്ങളായിരുന്നു. അടുത്തറിയാം ന്യൂസിലൻഡിന്റെ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു അതിഥിയുമായി വരുന്നതായിരിക്കും. ഹാമിൽട്ടണിൽ നിന്നും ക്യാമറമാൻ റേഗൻ ജോണിനോടൊപ്പം അഭിഷേക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസി വീട്ടമ്മമാരെയും വിഷമിപ്പിക്കുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവർക്ക് നാളത്തേക്കുള്ള ആഹാരം. അപരിചിതരായ പലരും നമുക്കിതിന് വഴികാട്ടിയായേക്കാം. ജോസ് മാർക്കറ്റിലേക്ക് സ്വാഗതം. നാവിൽ കൊതിയൂറും വിഭവങ്ങൾ ഒരുക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തനി നാടൻ നിത്യോപയോഗ സാധനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ചെംസ്ഫോർഡിലെ ഏറ്റവും മികച്ച സ്ഥാപനം ജോസ് മാർക്കറ്റ്. ഏറ്റവും പുതിയതും മികച്ച ഗുണനിലവാരവും ഉറപ്പു തരുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശേഖരം. ബില്ലിംഗ്സ്ഗേറ്റ് മാർക്കറ്റിൽ ദിവസം തോറും എത്തിക്കുന്ന ഫ്രഷ് മീനുകൾ. ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാം ഒറ്റ ഷോപ്പിംഗിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന ചെംസ്ഫോർഡിലെ നിങ്ങളുടെ സ്വന്തം ജോസ് മാർക്കറ്റ്. ഏഷ്യൻ പലചരക്ക് സാധനങ്ങൾക്ക് വാങ്ങാൻ ഇനി ഇതിലും നല്ലൊരു ചോയ്സ് വേറെയില്ല. സമാനതകളില്ലാത്ത സേവനം, വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മ. ജോസ് മാർക്കറ്റ്, 810 Rainsford Road, Chelmsford. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years.
We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. മാനവരാശിയുടെ പാപഭാരം തുടച്ചു നീക്കി പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ഒരു നവലോകം തുറന്ന് മൂന്നാം നാളിലെ ഉയിർപ്പിന്റെ സന്ദേശം നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാം. കഠിനമായ യാതനകളിലൂടെ കടന്നു പോകുമ്പോഴും നാളെ നമുക്കുമൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുമെന്ന പ്രത്യാശയുടെ കാത്തിരിപ്പാണ് ഓരോ ഈസ്റ്റർ ദിനവും. ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകളുമായി എത്തുന്നു ടോട്ടൽ അഷുറൻസ് ന്യൂസിലാൻഡ്. എല്ലാവർക്കും ഏഷ്യാനെറ്റ് പ്ലസ് ഫോക്കസിൻ്റെ ഓസ്ട്രേലിയ ബ്രിസ്ബൻ വിശേഷങ്ങളിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മിസ്റ്റർ ടോം ജോസഫ് ഫ്രം ലോൺ ഹൗസ് ലെൻഡിംഗ് സൊല്യൂഷൻസ്. നമസ്കാരം. ടോം സാറിൻ്റെ ബിസിനസ്സിനെ പറ്റി ഒരു 2-3 വാക്കുകൾ നമ്മുടെ പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഞാനിവിടെ ഒരു മോർട്ട്ഗേജ് ബ്രോക്കിംഗ് കമ്പനിയാണ്. മോർട്ട്ഗേജ് ബ്രോക്കിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ ബാങ്കിൻ്റെയും കസ്റ്റമറുടെയും ഇടയിലുള്ള ഒരു മിഡിൽ ഏജൻസിയാണ്. ഇവിടുത്തെ ഫൈനാൻഷ്യൽ അക്രഡിറ്റേഷൻ പോളിസി പ്രകാരം ഞാൻ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 കൊല്ലത്തിലധികമായിട്ട് നമുക്ക് 1000-ഓളം ക്ലയൻസും അതിന് അധികമായിട്ട് പ്രേക്ഷകരുടെ വിശ്വാസവും എൻ്റെ ഈ സ്ഥാപനത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്ലയൻസിൻ്റെ വിശ്വാസ്യതയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര. വർഷങ്ങളായിട്ട് നമ്മൾ നല്ല സേവനവും നല്ല റെപ്യൂട്ടേഷനുമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ടോം സാറിൻ്റെ ലോൺ ഹൗസ് ലെൻഡിംഗ് സൊല്യൂഷൻ്റെ വിശേഷങ്ങൾക്ക് മുമ്പായി നാട്ടിലെവിടെയായിരുന്നു, നാട്ടിൽ ഏതൊക്കെ ജോബ് സെക്ടറിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഞാൻ നാട്ടിൽ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ മജോറിറ്റി പീരീഡും മേലുകാവ് ബേസ് ചെയ്തിട്ടാണ്. 1994 ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസിൽ മാസ്റ്റേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. അതിനുശേഷം 94-95 തിരിച്ച് വീണ്ടും ഈരാറ്റുപേട്ടയിൽ വന്ന് ഞാൻ BEd ട്രെയിനിങ്ങിന് ചേർന്ന് BEd കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 95 മലപ്പുറം ജില്ലയിൽ ചെമ്മാടടുത്ത് തെയ്യാലിങ്കൽ എന്ന് പറയുന്ന ഹൈസ്കൂളിലാണ് എൻ്റെ കരിയർ തുടക്കം നടക്കുന്നത്. 2000 ഞാൻ MCA പാസ്സായി തിരിച്ച് ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായിട്ട് ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. വിവാഹത്തിന് ശേഷം ഞാൻ UK-യിലേക്ക് 2003 ഞാൻ മൈഗ്രേറ്റ് ചെയ്തു. ടോം സാറിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞത് നമ്മുടെ സ്ഫടികത്തിലെ മാത്സിലാണ് ഭൂമിയുടെ സ്പന്ദനം എന്ന് പറഞ്ഞ പോലെ ഒരു സ്റ്റാർട്ടിംഗ് ആണല്ലോ. തീർച്ചയായിട്ടും. 2003 തൊട്ട് UK-യിലായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു ജേർണിയും കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? 2003 ഞാൻ വിവാഹം കഴിഞ്ഞ് UK-യിലെത്തി. 2-3 മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിൽ IT സ്റ്റാഫ് മെമ്പറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 2009 സെപ്റ്റംബറിൽ ഞാൻ സ്കിൽഡ് മൈഗ്രേഷൻ സ്കീമിൽ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. UK എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടുത്തെ ഹെൽത്ത് സെക്ടറിൽ എനിക്ക് ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരുന്നു. 2020 കോവിഡ് കാലഘട്ടം, ആ ഒരു സമയത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നൊരു കൺസെപ്റ്റ്. കോവിഡ് കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും ബിസിനസ് വൈൻഡപ്പ് ചെയ്യുന്നൊരു പീരീഡാണ്. ആ ഒരു സമയത്ത് ഒരു ബിസിനസ്സിന് സ്റ്റാർട്ടപ്പ് കുറിക്കാൻ എനിക്ക് സാധിച്ചു. അത് ഇന്ന് നല്ല രീതിയിൽ ബ്രിസ്ബനിൽ പോകുന്നുണ്ട്. ഇന്ത്യ, UK, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വന്നെത്തുമ്പോൾ ഏതൊക്കെ എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ മോർട്ട്ഗേജ് ബിസിനസ്സിലോട്ടേക്ക് യൂസ് ചെയ്യാറ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്? ടീച്ചിങ്, IT, അതുപോലെ ഹെൽത്ത് കെയർ സെക്ടർ, ഈ 3 ജോബും എൻ്റെ ഇപ്പോഴത്തെ പ്രൊഫഷനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 2 സ്കില്ലുകൾ എന്ന് പറയുന്നത് അനാലിസിസ്, കമ്മ്യൂണിക്കേഷൻ. ഒരു മോർട്ട്ഗേജ് ബ്രോക്കറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയ 2 ക്വാളിറ്റീസാണ് അനാലിസിസും കമ്മ്യൂണിക്കേഷനും. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ, റിക്വയർമെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഞങ്ങൾ പറയുക. ആ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് അപഗ്രഥിച്ച് അതിന് പറ്റിയ ഒരു സൊല്യൂഷൻ, അങ്ങനെ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്, റൈറ്റ് ലോൺ ഫോർ ദ ക്ലയൻറ്റ് എന്നാണ്. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സിന് സ്യൂട്ടബിളായിട്ട് ഏറ്റവും യുക്തമായ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്ത് അതിന് പറ്റിയ ലെൻഡറെ കണ്ടുപിടിച്ച് ആ ക്ലയൻറ്റിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോബിൻ്റെ ഒരു പ്രധാന എലമെൻറ്റ്.
അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ വ്യത്യസ്തങ്ങളായ വശങ്ങൾ, കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം പലപ്പോഴും പല ക്ലയൻസിനും കൃത്യമായ ഇൻഫർമേഷൻ കിട്ടാതെ, കൃത്യമായ ഒരു ഉപദേശം കിട്ടാതെ മറ്റ് പല പ്രോഡക്റ്റും ചൂസ് ചെയ്തിട്ട് പിന്നീട് അതൊരു അബദ്ധമായി പോയി എന്ന് പറയുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനാലിസിസും കമ്മ്യൂണിക്കേഷനും 2 എലമെൻറ്റ്. IT സൈഡിലേക്ക് നോക്കിയാൽ ടെക്നിക്കൽ നോളജ്, ടെക്നിക്കൽ സ്കില്ല്, ഇത് നമ്മുടെ ഒരു CRM സോഫ്റ്റ്വെയറാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോർഗേജ് ബ്രോക്കറെ സംബന്ധിച്ച് ഇത് അപഗ്രഥിക്കുന്നതും വിശകലനം ചെയ്യുന്നതും എല്ലാം സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്കൽ നോളജ് തീർച്ചയായിട്ടും ഗുണകരമാണ്. ഇനി ഹെൽത്ത് സെക്ടർ എന്ന് പറയുമ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള ലെൻഡേഴ്സ് ആൻഡ് ലെൻഡർ പ്രോഡക്ട്സ്, അതായത് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകളെ നമ്മൾ അനലൈസ് ചെയ്താൽ അതിൻ്റെ ഒരു 30% തൊട്ട് 40% വരെ ഹെൽത്ത് വർക്കേഴ്സ് സ്പെഷ്യലൈസ്ഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ പ്രൊഫഷണലും അവർക്ക് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും അത് ഇവർക്ക് കൊടുക്കാനും, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു പ്രോഡക്റ്റ് ഒരു ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് ആ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഈ 3 കരിയർ പാത്വേയിലുമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വളരെ ഗുണകരമായിട്ടുണ്ട്. ടോം സാർ നേരത്തെ പറഞ്ഞായിരുന്നു ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി എന്ന്. നമുക്ക് കൂടുതൽ വരുന്ന കേസസ് അല്ലെങ്കിൽ സിനാരിയോ ഏത് പ്രൊഫഷണൽ അണ്ടറിലാണ്? എൻ്റെ ക്ലയൻസിനെ എടുത്താൽ ഒരു 60% നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആണ്. ഇതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ബിസിനസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എങ്കിലും ഒരു 70% ക്ലയൻസ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. മലയാളി കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മലയാളി കമ്മ്യൂണിറ്റിയിലെ ബഹുഭൂരിപക്ഷവും മൈഗ്രൻസ് ആണ്, അതായത് സ്കിൽഡ് മൈഗ്രൻസ് ആണ്. നമ്മൾ വെറുതെ ഒരു എംപ്ലോയ്മെൻറ്റ് വിസ വരുന്ന ആൾക്കാരല്ല, കുറച്ചുകൂടെ ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മെമ്പേഴ്സാണ്. സ്കിൽഡ് വർക്കിൽ വിസയിൽ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷനിൽ ഒരു കേസ് അല്ലെങ്കിൽ സിനാരിയോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മൾ പൊതുവെ ഇവിടുത്തെ ഒരു ക്ലയൻസിനെ എടുത്താൽ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ PR ഹോൾഡേഴ്സിനെ നമ്മൾ റെസിഡൻസ് അഥവാ നോർമൽ ക്ലയൻസ് എന്ന് വിളിക്കും. നമുക്ക് PR ഇല്ലാതെ ടെമ്പററി വിസ 481 അങ്ങനെ വിവിധ വിസകളുണ്ട്. ആ ഒരു ടെമ്പററി വിസയിൽ വരുന്നവരെ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ 2 രീതിയിൽ വരുന്നവർക്കും, അതായത് PR ഹോൾഡേഴ്സിനും ഫോറിൻ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവർക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ലെൻഡിങ്ങിൽ മാത്രമല്ല, ലെൻഡിങ്ങിലെ ക്രൈറ്റീരിയയും അവർക്കുള്ള ബെനിഫിറ്റും എന്താണെന്ന് നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ PR ഹോൾഡേഴ്സിന് അവർക്ക് വ്യത്യസ്തങ്ങളായ സ്കീമുകളുണ്ട്, ഗ്രാൻറ്റുകളുണ്ട്, അതുപോലെ നമ്മുടെ ഹോം ഗ്യാരണ്ടി സ്കീമുകളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കും. അതോടൊപ്പം തന്നെ ഇതിനൊക്കെയുള്ള ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് ആണ്. പല മോർഗേജ് ബ്രോക്കിംഗ് ഫേമുകളും അവരുടെ ലോണിൻ്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് പ്രോസസ്സ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ച് നിങ്ങളൊരു ഫസ്റ്റ് ഹോം ബയറാണ്, ഒരു ഗ്രാൻറ്റിന് എലിജിബിൾ ആണെങ്കിൽ ആ ഗ്രാൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ക്ലയൻറ്റിനെ സംബന്ധിച്ച് കുറേ കൂടെ ബെറ്റർ സർവീസും ബെറ്റർ സപ്പോർട്ടും ആസ് എ മോർഗേജ് ഫേം എന്ന നിലയിൽ ലോൺ ഹൗസ് ലെൻഡിങ് സൊല്യൂഷനും കിട്ടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകരായിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് പങ്കുവെക്കാനുണ്ടോ? ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യവും ഒരു കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് ബിസിനസ്സിലും ആളുകൾക്ക് ശോഭിക്കാൻ പറ്റും. എനിക്ക് വിജയിക്കാമെങ്കിൽ ആർക്കും വിജയിക്കാം എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. So we are winding up our episode today. If you guys have any inquiries or any doubts about our schemes, please get in touch with Loan House Lending Solutions. Relationship over business. തിരുവനന്തപുരത്ത് വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ അകത്തുള്ള ഗോസ്റ്റ് വില്ലയുടെ അടുത്താണ്. ഈ ഗോസ്റ്റ് എന്ന് പറഞ്ഞാലല്ല, ഒരു പേപ്പറിൽ എഴുതി കാണിച്ചാൽ പേടിച്ച് ഓടുന്ന ഞാനാണ് ഗോസ്റ്റ് വില്ലയുടെ ഉള്ളിൽ നിൽക്കുന്നതും ഇനി അകത്ത് എന്തൊക്കെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ അഡ്വഞ്ചറും ഹൊററും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ കുറച്ച് ധൈര്യം സംഭരിച്ച് നമുക്ക് പോയി നോക്കാം എന്നുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കൂടുതൽ പറഞ്ഞ് ഞാനിത്
ഇതിൻ്റെ ഒരു ഹരം കളയുന്നില്ല. കൊച്ചുകുട്ടികൾ 8 വയസ്സിൽ കുറഞ്ഞ കുട്ടികൾ ഇതിനകത്ത് വരുന്നത് അത് പേരൻസിൻ്റെ തീരുമാനത്തിലേ ആവുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് പോയി എത്ര ഗോസ്റ്റ് ഉണ്ട്, ആരൊക്കെ വരും എന്നൊന്ന് നോക്കാം അല്ലേ? നോക്കാം. ഇരുളും വെളിച്ചവും കലർന്ന വഴികളിൽ കാത്തിരിക്കുന്നത് നെഞ്ചിടിപ്പേറ്റുന്ന അവിസ്മരണീയ കാഴ്ചകളുടെ ഹൊറർ എക്സ്പീരിയൻസ് ഗോസ്റ്റ് വില്ല. ഗോസ്റ്റ് വില്ലയിൽ കൂടെ പോയി ഗോസ്റ്റിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും പേടിയുള്ള ഞാൻ നല്ല ധൈര്യമായിട്ട് ഗോസ്റ്റ് വില്ലയ്ക്കകത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഒട്ടും പേടിക്കാതെ സംശയിക്കാതെ ഈ ഹൊറിഫൈയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് കാണാൻ അനുഭവിക്കാനായിട്ട് നേരിട്ട് വരിക. തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഹാപ്പി എപ്പിസോഡ് കാട്ടിലൂടെയുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെയുള്ള ജംഗിൾ സഫാരി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയുടെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. പേര് പോലെ തന്നെ ജംഗിൾ സഫാരിയാണ്, കാട്ടിൻ്റെ അകത്തു കൂടെയുള്ള ഒരു യാത്ര. ഇവിടെ ഇനി അകത്തു പോകുമ്പോൾ എന്തെല്ലാം മൃഗങ്ങളാണ്, ഏതെല്ലാം പക്ഷികളാണ്, എന്തൊക്കെയാണ് എൻ്റെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നറിയില്ല. ചിലപ്പോൾ ഡൈനോസർ കാണും, ചിലപ്പോൾ പാമ്പ് കാണും, അനക്കോണ്ട കാണും, ചിമ്പാൻസി കാണും, എന്ത് വേണമെങ്കിലും കാണും. എന്തായാലും നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും കാട്ടിൻ്റെ അകത്തു കൂടെ പോകണം. ഈ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസ് ഇല്ലേ, ഡൈനോസോർ അതുപോലെയുള്ള എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ആനിമൽസിനെയൊക്കെ കണ്ട് മനസ്സിലാക്കണം, തൊട്ട് അതിൻ്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ജംഗിൾ സഫാരി എന്നുള്ളൊരു റൈഡ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിനകത്ത് പോകാം. ടോട്ടലൊരു കാടിൻ്റെ ഒരു ഫീലാണ് ഇപ്പോൾ എനിക്കകത്തുള്ളത്. നല്ല തണുപ്പും നല്ല ഇരുട്ടും നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പോയി കണ്ടാലോ കാടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്ന്. കാടറിഞ്ഞുള്ള സാഹസിക സവാരിയായാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വനയാത്രയുടെ സന്തോഷം നിറയ്ക്കാം ജംഗിൾ സഫാരി. ജംഗിൾ സഫാരി കൂടി ഞാൻ പോയിട്ട് വന്നു. അത് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാട്ടിൽ പോകുന്ന ആ ജംഗിൾ സഫാരിയുടെ ആ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ വന്ന് തന്നെ കാണാം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാത്തത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ലാൻഡിലേക്ക് വരിക, ഇവിടെയുള്ള ഗോസ്റ്റിനെയൊക്കെ കാണുക, ഇവിടെയുള്ള കാടിലൂടെയും മലയിലൂടെയും പുഴയിലൂടെയും ഒക്കെ കൂടി പോയി എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. This is Sukanya Jaram. We'll see you again with many more rides. Bye-bye. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഏവർക്കും പറക്കാട് ജുവൽസ് ഈദ് വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾക്ക് റെൻ്റലായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ പറക്കാട് ജുവൽസിൻ്റെ സ്പെഷ്യൽ ദുൽഹൻ സെറ്റ് കളക്ഷൻസാണ്. അപ്പം ഞാനൊരു 3 വെറൈറ്റി കളേഴ്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾക്ക് ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ടുള്ള ഇതേപോലെയുള്ള ഹെവി ലെഹങ്കാസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ് ഒരുപാട് നമുക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കണമെന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ഗോൾഡിൽ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് വലിയൊരു ഹ്യൂജ് എമൗണ്ട് മുടക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പറക്കാട് ജുവൽസിൻ്റെ 1 ഗ്രാം ഗോൾഡ് ലെയേർഡ് ആയിട്ടുള്ള കളക്ഷൻസിൽ, അല്ലെങ്കിൽ നമ്മളുടെ എക്കണോമിക് കളക്ഷൻസ് ഉണ്ട്, അതിലാകുമ്പോൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ളതാണ് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? അല്പം നല്ല ഹെവി ആയിട്ട് വരുന്നത് കണ്ടോ, ഇത്രയും വലുപ്പത്തിൽ വരുന്ന ചോക്കർ ടൈപ്പിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചോക്കർ സെറ്റ് ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഇതേപോലുള്ള ഹെവി ആയിട്ടുള്ള മാലകളുണ്ട്. അല്പം കുന്തൻ വർക്കും റൂബി എമറാൾഡ് കളർ സ്റ്റോൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അതിന് വേണ്ട രീതിയിലുള്ളതാ കമ്മൽ സെറ്റ് വരുന്നുണ്ട്, കയ്യിൽ വെക്കുന്ന ബ്രേസ്ലെറ്റ് ടൈപ്പ് വരുന്നുണ്ട്. അത് കണ്ടോ. പിന്നെ നമുക്ക് ചുട്ടി മാട്ടി എല്ലാം കൂടെ കൂടിയിട്ട് അല്പം ഹെവി ആയിട്ട് വേണമെങ്കിൽ ചുട്ടിയും വരുന്നുണ്ട്, മാട്ടിയും കൂടി ആയിട്ട് ഇതേപോലെ വെക്കാവുന്ന
കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതായത് മൂക്കിൽ നിന്നൊക്കെ നമ്മൾക്ക് സെറ്റ് ചെയ്തതുപോലെ തന്നെ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന റിങ്ങും ഒക്കെ കൂടി ആയിട്ട് ഹാങ്ങിങ് ഒക്കെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന തിങ്സും ഉണ്ട്, ഇങ്ങനെ മുടിയിലേക്ക് കണക്ട് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മളുടെ പറക്കാട്ടിൻ്റെ എറണാകുളം വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ ഷോറൂമിൽ. അപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും ഇതേപോലുള്ള ഹെവി റൂബി സ്റ്റോൺസിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നമ്മളുടെ പിസ്ത ഗ്രീനും പീച്ച് കളറിലും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഷോപ്പ് സന്ദർശിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഈദാശംസകൾ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. Hello everyone, welcome to yet another beautiful episode with DC Jewellers. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രഡീഷണൽ മാലകളാണ് അല്ലേ. അപ്പോൾ ട്രഡീഷണൽ മാലകൾ ഇന്നും അന്നും ഫാഷൻ നിൽക്കും അല്ലേ. സെയിൽസ്മാൻ ചോദിക്കാം, എന്താണ് പറയാനുള്ള അഭിപ്രായം? കേട്ടോ, എല്ലാവരും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ന്യൂ ഡിസൈൻസ് വന്നാലും ട്രഡീഷണൽ മാലകൾക്ക് അതിൻ്റെതായൊരു ട്രെൻഡ് ഉണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ അടുത്തൊരു ജനറേഷന് കൊടുക്കാവുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ട് എന്താ പോവാ? നമുക്ക് ഒരു വ്യത്യാസം ഉണ്ടല്ലേ പാലക്കയിൽ. സാധാരണ പണ്ടത്തെ പാലക്ക എന്ന് പറയുന്നത് ഇതുപോലത്തെ നോർമൽ പാലക്കയാണ് കേട്ടോ. കണ്ടോ, ഇതാണ് പണ്ടത്തെ സ്റ്റൈലിലെ പാലക്ക. പണ്ടത്തെ സ്റ്റൈലിലെ പാലക്കയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, പാലക്ക എന്ന് പറയുന്നത് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യണ ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൽ തന്നെ DC ഇപ്പോൾ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സൈഡഡ് പാലക്കയുണ്ട്. കണ്ടോ കണ്ടോ, ഇതൊക്കെ ഡബിൾ സൈഡഡാണ്. അതിൻ്റെ തന്നെ ബ്ലൂവും ഗ്രീനും കളേഴ്സ് കണ്ടോ, ഗ്രീനും ബ്ലൂ കേട്ടോ. അതിൻ്റെ ബ്ലൂ വേർഷൻ, ദാറ്റ് ഈസ് ഒരു പരിപാടിക്ക് ബ്ലൂ ഇട്ട് പോവാം, ഒരു പരിപാടിക്ക് ഗ്രീനും ഇട്ട് പോവാം. ഇനി അതിൻ്റെ തന്നെ പാലക്കയുടെ തന്നെ നമ്മളൊരു ഫ്യൂഷൻ പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇത് കണ്ടോ, സൂഫി പാലക്ക. സൂഫി മാല തന്നെ പാലക്കയുടെ രൂപത്തിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു കേട്ടോ. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിന് വെയിറ്റ് വരുന്നത് ഏകദേശം 30 ഗ്രാമിലും താഴെ, 28 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ തന്നെ പാലക്കയിൽ തന്നെ കണ്ടോ ഇത് നാഗപടം അല്ലേ. നാഗപടത്തിൽ തന്നെ ഫ്യൂഷൻ കളേഴ്സ്, പല കളറ് വരുന്ന നാഗപടം നെക്ലസ്. ഇതൊന്നും ഒരിടത്തും അങ്ങനെ കാണില്ല കേട്ടോ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന AD സ്റ്റോൺസും പലതരത്തിലുള്ള കളേഴ്സുള്ളതാണ്. ഓക്കെ, ഒരു ടെമ്പിൾ ലുക്കിലൊക്കെ അടിപൊളിയാട്ടോ. കണ്ടോ, കഴിച്ചിൽ വെച്ചാൽ കണ്ടോ, നല്ല ഭംഗിയുള്ള പീസാണ്. ട്രഡീഷണൽ കേരള ജ്വല്ലറി. പിന്നെ അതിൽ തന്നെ കാശും പാലക്കയും കൂടി നമ്മൾ ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ്. അങ്ങനെ അതിൻ്റെ തന്നെ ഇനി കേരള മാലകൾ നമുക്ക് മാങ്ങയുണ്ട്, മുല്ലമുട്ടുണ്ട്. കണ്ടോ മാങ്ങ, ഇത് നോക്കിയേ കണ്ടോ, പാലക്കയിൽ തന്നെ വ്യത്യാസമായ പാലക്കകൾ. പിന്നെ നോക്കിയിട്ട് കണ്ടോ ഡൈമാലകൾ. പിന്നെ പാലക്കയിൽ തന്നെ ഉള്ളി ബോൾസ്, കുവൈറ്റി മോഡൽ, ബോംബെ മോഡൽസ്. ഇതിനൊക്കെ ഏറ്റവും ഹൈലൈറ്റ് എന്താ, നിങ്ങൾക്ക് എന്താ പറയാനുള്ള ആസ് എ സെയിൽസ്മാൻ എന്താ ഫീൽ ചെയ്യുന്ന ഏറ്റവും നല്ല എന്താന്നുള്ളത്? കേട്ടോ, ഇവരുടെ വായന ഇപ്പം നമ്മളൊരു ബഡ്ജറ്റഡ് റേഞ്ചാണ് നോക്കണമെങ്കിൽ എപ്പോഴും ഇതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് DC ഹോൾസെയിൽ റേറ്റ് ആയതുകൊണ്ട് ഭയങ്കര നിസ്സാര പണിക്കൂലിക്ക് ഈ പ്രോഡക്ട്സ് കിട്ടും. കുട്ടികൾക്ക് നമ്മളിപ്പോൾ എത്ര പവൻ എടുക്കണോ അതിൻ്റെ ഏറ്റവും മിനിമൽ പണിക്കൂലിയിൽ നമ്മളിത് കൊടുക്കുന്നതായിരിക്കും. ലൈറ്റ് വെയ്റ്റും അല്ലേ. 100 പവനൊക്കെ എടുക്കുന്നവർക്ക് നല്ല നിറഞ്ഞു നിൽക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് 20 പവൻ എടുത്താലും ആ കംപ്ലീറ്റ് ഫീൽ കൊടുക്കുന്ന 20 പവനിൽ നമുക്കൊരു 4 മാലയും 4 വളയും മോതിരവും കമ്മലൊക്കെ കിട്ടില്ലേ. കണ്ടോ, വെറും 20 പവൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് 4 മാല, ഒരു കമ്മൽ, 4 വള, മോതിരം കിട്ടും. ഞാൻ റിപ്പീറ്റ് ചെയ്തു, 20 പവനിലാട്ടോ അത് കിട്ടണേ. അങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. അടക്കുകാശ്, വളകളുടെ വ്യത്യാസം കണ്ടോ, അഷ്ടലക്ഷ്മി, ദശാവതാരം കണ്ടോ, ഇങ്ങനെ സെറ്റായിട്ട് ഇടാമെന്നാണ് സെയിൽസ്മാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ്. കണ്ടോ,
അതിൽ തന്നെ അഷ്ടലക്ഷ്മി ഉണ്ട്, അടക്ക് കാശുണ്ട്, പിന്നെ ദശാവതാരമുണ്ട്, പിന്നെ ബോംബെ ബാംഗിൾസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇഷ്ടംമാതിരി വെറൈറ്റി. ഇതിൻ്റെയൊക്കെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മുതൽ 3 പവൻ റേഞ്ചിൽ ഇഷ്ടംമാതിരി ബ്രോഡായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ വെറൈറ്റീസ് ഇഷ്ടംമാതിരി ഉണ്ട്. അതിന് കുട്ടികളുടെ വെറൈറ്റീസ് ഉണ്ട്, മാലകളുണ്ട്. ഈ ബഡ്ജറ്റഡ് റേഞ്ചിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും നല്ലതാണ് കേരള ജ്വല്ലറി. അതിൽ ഇഷ്ടംമാതിരി കളക്ഷൻ ഡി സിയിലുണ്ട്. ഫെർദർ കളക്ഷൻസിന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അല്ലേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പോൾക്കി ഡയമണ്ട്സ് ആണ്. പോൾക്കി ഡയമണ്ട്സ് ഭയങ്കര വെറൈറ്റി ചോയ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ശേഖരത്തിലോട്ട് ഡി സിയിലെ നമുക്ക് കാണാം. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ടത് focus123@gmail.com എന്നതിലേക്കാണ്. ഞാൻ സുകന്യ ജയറാം. അടുത്ത ഫോക്കസിൻ്റെ എപ്പിസോഡിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ഫോക്കസ് പ്രസന്റഡ് ബൈ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ജ്യൂസ് മാർക്കറ്റ് 810 Rainsford Road, Chelmsford. Powered by, co-powered by Global Laboratories. Co-presents Mindtree Nursing Solutions.